ഹായ്, ക്വസ്റ്റിനിലേക്ക് പോവാം. A symmetric thin convex lens, biconvex lens is cut into 4 equal parts by 2 planes AB and CD. Okay, AB, CD, ready, as shown in figure. If the power of original lens is 4D, that means before cutting power 4D, then power of a part of the divided lens is. അപ്പോൾ ഡിവൈഡ് ചെയ്തുള്ള ഒരു പാർട്ടിൻ്റെ പവർ എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആണ്. ക്വസ്റ്റ്യൻ എവിടുന്നാണ്? ക്വസ്റ്റ്യൻ ഒപ്റ്റിക്സിൽ നിന്നാണ്. ഒപ്റ്റിക്സിൽ നിന്ന് ലെൻസ് മേക്കേഴ്സ് ഫോർമുലയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി നമുക്കൊന്നും ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് തന്നെ നമുക്കിതിന് ആൻസർ പറയാവുന്നതേ ഉള്ളൂ അല്ലേ? കാരണം ലെൻസിനെ നോക്കൂ, വേർട്ടിക്കലി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോക്കൽ ലെങ്ത് ബിക്കംസ് ഡബിൾഡ്. ഫോക്കൽ ലെങ്ത് ഡബിൾ ആവും. ഫോക്കൽ ലെങ്ത് ഡബിൾ ആവുക എന്ന് പറഞ്ഞാൽ പവർ ഹാഫ് ആവും. ക്ലിയർ അല്ലേ? മാത്രമല്ല എലോങ് എ ബി ഹൊറിസോണ്ടലി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോക്കൽ ലെങ്ത്തിൽ യാതൊരു ചേഞ്ചും ഉണ്ടാവില്ല. കാരണം റേഡിയസ് മാറുന്നില്ല, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാറുന്നില്ല. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? ഇവിടെ ഫോക്കൽ ലെങ്ത് ഡബിൾ ആവും, അതുകൊണ്ട് പവർ ഹാഫ് ആവും. അങ്ങനെ ഒറ്റയടിക്ക് നമുക്ക് ആൻസർ പറയാം. 4 ഡയോപ്റ്റർ എന്തായിട്ട് മാറും? 2 ഡയോപ്റ്റർ ആയിട്ട് മാറും. ഇതാണ് ആക്ച്വലി. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അപ്പോൾ ലെൻസ് മേക്കേഴ്സ് ഫോർമുല 1/f is equal to n-1 into 1/r1 minus 1/r2. ഈ ഇക്വേഷൻ നിങ്ങൾക്കറിയാം, ഇത് ഓൾറെഡി സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്താണ്. അതുകൊണ്ട് തന്നെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇവിടെ ദിസ് ഈസ് ഈക്വൽ ടു, ഇപ്പോൾ ബിഫോർ കട്ടിംഗ് ആണ് ഫോക്കൽ ലെങ്ത് ഞാൻ എഫ് ആയിട്ട് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ n-1 ഇൻറ്റു ഇവിടെ ഇയാളെ റേഡിയസ്, ഈ സൈഡിൻ്റെ റേഡിയസ് നോക്കൂ, ഇവിടുന്ന് അങ്ങോട്ട് ലൈറ്റ് റേസ് ഇവിടുന്ന് വരുന്നതെന്ന് വിചാരിക്കൂ. അപ്പോൾ ഇത് പോസിറ്റീവ്. അതുപോലെ നോക്കൂ, ഇതിൻ്റെ റേഡിയസ് അവിടുന്ന് ഇങ്ങോട്ട് ലൈറ്റ് റേസിൻ്റെ ഓപ്പോസിറ്റിലാണ്. അത് നെഗറ്റീവായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം. Therefore 1/r minus 1/r, that is equal to n-1 into 2/r എന്ന് നമുക്ക് കിട്ടും. ഇക്വേഷൻ നമ്പർ 1. Now after cutting, വേർട്ടിക്കലി കട്ട് ചെയ്യാം. വേർട്ടിക്കലി കട്ട് ചെയ്യുന്ന സമയത്ത് ഫോക്കൽ ലെങ്ത്തിന് എന്താ സംഭവിക്കാൻ നോക്കുക. വേർട്ടിക്കലി കട്ട് ചെയ്താൽ ഒരു കഷ്ണം എന്ന് പറഞ്ഞത് ഇതാണ് അല്ലേ? റെഡി അല്ലേ? ഇതാണ് ഒരു പീസ്, ഒരു പാർട്ട് എന്ന് പറയുന്നത്. Therefore ആ സമയത്ത് ഫോക്കൽ ലെങ്ത്തിന് ഞാൻ എഫ് ഡാഷ് എന്ന് കൊടുക്കുക. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ ഒരു മാറ്റമില്ല, കാരണം കളർ ഓഫ് ലൈറ്റ് ചേഞ്ച് ചെയ്തിട്ടില്ല, മീഡിയ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല. ദെൻ ഫസ്റ്റ് ഫേസിൻ്റെ ഫോക്കൽ ലെങ്ത്, ഫസ്റ്റ് ഫേസിൻ്റെ റേഡിയസ് എത്ര? പ്ലെയിൻ സർഫസിൻ്റെ റേഡിയസ് ഇൻഫിനിറ്റി. ദെൻ സെക്കൻഡ് സൈഡിൻ്റെ റേഡിയസിൽ മാറ്റങ്ങളൊന്നുമില്ല. Therefore -1/r, that is equal to n-1 into 1/r. Equation number 2. And comparing equation 1 and 2, it is very clear that f double dash is equal to 2f. ഫോക്കൽ ലെങ്ത് ഡബിൾ ആയി. നമുക്കറിയാം പവർ എന്ന് പറഞ്ഞാൽ 1/f ആണ്. അതുകൊണ്ട് ഈ കേസിൽ p ഡാഷ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക? 1/2f which is equal to p/2. ഇനീഷ്യൽ പവർ 4 ഡയോപ്റ്റർ ആണ്. ബൈ 2 എടുത്തു കഴിഞ്ഞാൽ the answer will be 2 diopter. Option 4 is the right answer.